താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചതിനു പിന്നാലെ സന്തോഷം പ്രകടിപ്പിച്ച് നടി അൻസിബ ഹസൻ. ഇന്ന് ചരിത്രപരമായ ദിവസമാണെന്ന് പറഞ്ഞ അൻസിബ തനിക്ക് കുറച്ചെങ്കിലും നീതി കിട്ടിയെന്ന് കരുതുന്നുവെന്ന് പറഞ്ഞു. മുൻപ് മാധ്യമങ്ങളോടടക്കം പറഞ്ഞ കാര്യങ്ങൾ ജനറൽ ബോഡിയിൽ പറയാൻ പറ്റിയെന്നും അതിന് ഓരോ അംഗങ്ങളും തന്നെ സഹായിച്ചുവെന്നും അൻസിബ പറഞ്ഞു. തനിക്ക് നീതി ലഭിക്കാനായി ഇനിയും മുന്നോട്ട് തന്നെ പോകുമെന്നും അൻസിബ വ്യക്തമാക്കി. അൻസിബ ഹസൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നത്. ഭരണസമിതിക്ക് കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് തവണ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരുമോ, ഒരവസരം കൂടി തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷേ ആ ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ലെന്നത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് പ്രധാന പ്രശ്നമായി നിലനിന്നിരുന്നത്. നീനാക്കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ പറയാൻ പറ്റി. ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. അതും ചോദിച്ചു വാങ്ങിച്ചതാണ്. അതിന് അമ്മയിലെ ഓരോ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് ഒരവസരം തരാൻ ഈ കമ്മിറ്റി തയ്യാറായിരുന്നില്ല. ഈ കമ്മിറ്റിയല്ല ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാനുള്ള അവസരം അവർ ഉണ്ടാക്കി തന്നു. എന്തെല്ലാം കാര്യങ്ങളാണോ മുൻപ് മാധ്യമങ്ങളോട് മുന്നിൽ ഞാൻ പറഞ്ഞത്, അതേ കാര്യങ്ങൾ തന്നെയാണ് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. വരവ് ചെലവ് കണക്കിലെ കൃത്യത കുറവ് ആദ്യം മുതൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഏതൊക്കെ കാര്യങ്ങൾ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞു. അത് പറയാൻ പറ്റിയതിനുള്ള സമാധാനം എനിക്കുണ്ട്. കുറച്ചെങ്കിലും നീതി കിട്ടിയെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട്. ഒരു നീതിന്യായ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അവതരണം ചെയ്ത് വേണം നീതി എനിക്ക് ലഭിക്കാൻ. അതിനുവേണ്ടി ഞാൻ ഇനിയും മുന്നോട്ട് പോകും. അതിൽ നിന്നും ഒരു തരി പോലും ഞാൻ ചലിക്കില്ല. പക്ഷേ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായ തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്ന കമ്മിറ്റി എന്ന സമയത്ത് സംഘടനയിൽ നിന്നും പോയ അതിജീവിതം ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് എൻ്റെ ആദ്യ അഭ്യർത്ഥനയാണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം, ഒഫീഷ്യലി വിളിക്കണം. വരുന്നതും വരാതിരിക്കുന്നതും അവരവരുടെ ഇഷ്ടം. പക്ഷേ വിളിക്കുക എന്നത് അമ്മ എന്ന സംഘടനയുടെ നീതിപരമായ ന്യായപരമായ കാര്യമാണ്. അത് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.